നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജനുവരിയിലെ ആദ്യത്തെ ആഴ്ച OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ചിത്രങ്ങളെ നമ്മൾക്കൊന്ന് പരിചയപ്പെട്ടാലോ? 2025 അവസാനത്തോട് കൂടിയിട്ട് ഒരുപാട് ചിത്രങ്ങൾ OTT റിലീസ് ചെയ്ത് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും 2026 തുടക്കത്തിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ OTTയിലേക്ക് എത്തുന്നുള്ളൂ എന്നത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കുക തന്നെ ചെയ്യാം. ഒന്ന്, നന്ദമൂരി ബാലകൃഷ്ണ നായകനായി അഭിനയിച്ച് 2025 അവസാനത്തോടു കൂടി പുറത്തിറങ്ങിയ അഖണ്ഡ 2 എന്ന ചിത്രമാണ്. രണ്ടാമതായിട്ട് വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഷൈനികം നായകനായി എത്തിയ ബൾട്ടി എന്ന് പറയുന്ന മലയാളം തമിഴ് ചിത്രമാണ്. മറ്റു ചിത്രങ്ങളെ കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. പല ഭാഷകളിൽ നിന്നായി പല വിഭാഗങ്ങളിലുള്ള സിനിമകൾ ഈ ആഴ്ച OTTയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലെത്തും. പ്രണയം, ആക്ഷൻ, ഫാന്റസി അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല ജേണലിലുമുള്ള സിനിമകൾ ഈ ആഴ്ച OTTക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് OTTയിലെത്തുന്നത് ഷൈനികം നായകനായ ബൾട്ടി എന്ന ചിത്രമാണ്. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ കളങ്കാവൽ, നെല്ലിക്കാംകുന്ന് നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളും OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങളുടെ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഈ ആഴ്ച സർപ്രൈസായി ഇത്തരം ചിത്രങ്ങൾ OTTയിൽ റിലീസ് ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. ബൾട്ടി ഷൈനിക നായകനായ സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബൾട്ടി. ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ST ഫ്രെയിംസ്, ബിനു ജോർജ് അലക്സാണ്ടർ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജനുവരി 9 ആമസോൺ പ്രൈമിലൂടെ ചിത്രം OTTയിൽ സ്ട്രീം ചെയ്യുന്നത്. ചിത്രത്തിൽ ഷൈനികത്തോടൊപ്പം ശാന്തനു, പ്രീതി, അസ്രാണി, അൽഫോൺസ് പുത്രൻ, സെൽവരാഘവൻ, പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങിയ വലിയൊരു താരനിര തന്നെയുണ്ട്. പാലക്കാട് ജില്ലയിലെ അതിർത്തി ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കബഡി ടീമും അവിടെ നടക്കുന്ന ആക്ഷൻ രംഗങ്ങളും കോർത്തിണക്കിയ ഒരു മാസ് ആക്ഷൻ ചിത്രം തന്നെയാണ് ഷൈനികത്തിന്റെ ബൾട്ടി എന്ന് പറയുന്നത്. RDXന് ശേഷം തമിഴ് ഷൈനികം ചെയ്ത വെള്ളക്കാരൻ എന്ന ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങുന്ന തമിഴ് മലയാളം ചിത്രം കൂടെയാണ് ബൾട്ടി. ചിത്രത്തിൽ തമിഴ് താരം ശാന്തനു മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകിയ ചിത്രത്തിൽ മികച്ച ഗാനങ്ങളും തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഷൈനികത്തിന്റെ കരിയറിലെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച സിനിമ കൂടെയാണ് ബൾട്ടി. RDX എന്ന ചിത്രത്തിന് ശേഷം ഷൈനികം ഇത്ര മാസായി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും ബൾട്ടി OTTയിൽ ജനുവരി 9 നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ചിത്രം അങ്കമാൾ എന്ന മലയാള ചിത്രമാണ്. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് ഗീതാ കൈലാസം, ശരൺ ശക്തി, ഭരണി തുടങ്ങിയ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് അങ്കമാൾ. ഗീതാ കൈലാസമാണ് അങ്കമാളായി അഭിനയിക്കുന്നത്. ചിത്രം ജനുവരി 9 സൺ നെക്സ്റ്റിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. പരമ്പരാഗത ഗ്രാമീണ ജീവിതവും ആധുനിക അഭിലാഷങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ സിനിമ തുറന്നുകാട്ടുന്നു. പെരുമാൾ മുരുകന്റെ കോടിത്തുണി എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ വലിയ അഭിപ്രായം ഒന്നും നേടിയെടുക്കാൻ സാധിക്കാതെ പോയ ഈ ചിത്രത്തിന് OTTയിൽ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇത്തരം സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആവാറാണ് പതിവ്. അടുത്തത് ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് അഖണ്ഡ 2. നന്ദമൂരി ബാലകൃഷ്ണ നായകനായി എത്തിയ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അഖണ്ഡ 2. അഖണ്ഡ 2 രുദ്രതാണ്ഡവത്തിൽ മലയാളി താരം സംയുക്ത മേനോനും ബോളിവുഡ് താരം ഹർഷാലി മൽഹോത്രയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ബോയ്പത്തി ശ്രീനുവാണ് ചിത്രത്തിന്റെ സംവിധാനം. ബോയ്പത്തി ശ്രീനുവും നന്ദമൂരി ബാലകൃഷ്ണയും ഒന്നിക്കുന്ന 4ാമത്തെ ചിത്രം കൂടിയാണ് അഖണ്ഡ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 9 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. ആക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ ചിത്രം പറയുന്നത് ഒരു മാസ് കഥ തന്നെയാണ്. മലയാളമടക്കമുള്ള പല ഭാഷകളിലും ചിത്രം OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഒരു തമിഴ് ചിത്രമാണ്. ചിത്രത്തിന്റെ പേര് മാസ്ക്. കവിനും ആൻഡ്രിയ ജെറോമിയയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് മാസ്ക്. ജനുവരി 9 മുതൽ ചിത്രം ZEE5ൽ സ്ട്രീമിംഗ് ചെയ്യും. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടാതെ പോയ ഒരു തകർന്നടിഞ്ഞ ചിത്രം കൂടിയാണ് മാസ്ക്. 2025 കവിന്റെ നിരവധി ചിത്രങ്ങളാണ് ഫ്ലോപ്പായിരിക്കുന്നത്. ഡാഡ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ കവിൻ അതിനുശേഷം നിരവധി തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നെങ്കിലും എല്ലാം തന്നെ ഒന്നിനൊന്ന് ഫ്ലോപ്പായിരുന്നു എന്ന് പറയാൻ സാധിക്കും. വികർണൻ അശോക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ റുഹാനി ശർമ്മ, അച്യുത് കുമാർ, അർച്ചന ചന്ദോക്, ജോർജ് മരിയൻ, നരേൻ, സുബ്രഹ്മണ്യം,
കല്ലൂരി വിനോദ് എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നു.